ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിരിയാണി ഇഷ്ടപ്പെടാത്തതായി ആരും കാണില്ലല്ലോ. എന്നാൽ ഓരോ സ്ഥലത്തും ഓരോ ശൈലിയാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പാലക്കാടൻ സ്റ്റൈൽ ബിരിയാണിയാണ്. ജീരകശാല അരിയുടെ ആ തനത് മണവും മസാലകളുടെ ബാലൻസും ഒത്തുചേരുന്ന ഒരു കിടിലൻ വിഭവമാണിത്. പാത്രത്തിൽ ആദ്യം തന്നെ നെയ്യും ഓയിലും ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർക്കാം. ഇത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി സവാള ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും ചെറിയുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് മുളക് പൊടിയും ഉപ്പും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു അര ഗ്ലാസ് തൈര് ചേർക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ചിക്കൻ വെന്ത് വരുന്നതുവരെ ഒന്ന് മൂടി വയ്ക്കാം. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും അതുപോലെ നാരങ്ങാ നീരും ചേർത്ത് മൂടി വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ജീരകശാല അരി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ചോറ് പകുതി വേവാകുമ്പോൾ ഇതിലേക്ക് ഒരല്പം നെയ്യ് കൂടി ചേർത്ത് ഇളക്കി ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പെർഫെക്റ്റ് ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തന്നെ വീടാകെ ഒരു മണം പരക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് ഷെയർ ചെയ്യാനും മറക്കല്ലേ.